നിങ്ങൾക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, ഇവിടെ ഈ പള്ളിയിലാണ് ആളെ എന്താ പറയുന്നത്, ഈ പള്ളിയിലെ മനുഷ്യൻ അല്ലെങ്കിൽ ഈ പള്ളിയുടെ തൊട്ടടുത്ത ആ മനുഷ്യൻ നോമ്പായതിന്റെ ശേഷം 100 റക്അത്ത് നിസ്കരിക്കാതെ ഒരൊറ്റ ദിവസം കടന്നിട്ടുണ്ട്. 100 റക്അത്ത് നിസ്കരിച്ചു എന്ന് ഉറപ്പുവരുത്താതെ ഒരു ദിവസവും അയാൾ എടുക്കാൻ പോയിട്ടില്ല. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഒരു പ്രശ്നവുമില്ല, വളരെ സിമ്പിൾ ആയ രീതിയിൽ നിങ്ങൾ ആലോചിച്ച് ഞാൻ കണക്കൂട്ടി പറഞ്ഞതാ. 5 വക്ത നിസ്കാരം കൃത്യമായ ഒരാൾ നിസ്കരിച്ചാൽ എത്ര റക്അത്ത് ഉണ്ടാവും? 17 റക്അത്ത് ഉണ്ടാവും. ഉണ്ടാവില്ലേ? അങ്ങനെ തന്നെ ഉണ്ടാകാം. 4 ലോഹർ 4 അസ്ർ 4 ഇശാ 12ആയി, 3 മഗ്രിബ് 2 സുബ്ഹി 17 റക്അത്തായി. ഇത് കൂട്ടി ശീലമാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫർദ് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ നിങ്ങൾ വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയത് പോലൊന്നും അല്ല. കിതാബ് ഓതി പഠിക്കുന്ന അതിന്റെ മഹത്വങ്ങൾ അറിയാം. നമ്മളെ തറാവീഹിലൊക്കെ വളരെ കണ്ടീഷനായിട്ട് പങ്കെടുക്കുന്ന ആളുകളൊക്കെ നമുക്ക് സമയത്തായിട്ട് റവാത്തിബ് നിസ്കരിക്കാൻ പോകുന്നുണ്ട്. തറാവീഹിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമായ നിസ്കാരമാണ് ഫർദ് നിസ്കാരത്തിന്റെ മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ. എന്താ വിചാരിച്ചാൽ സുന്നത്തായ നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണെന്നും, അത് കഴിഞ്ഞാൽ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണെന്നും, അത് കഴിഞ്ഞാൽ മഴയത്തെ ഇടത്ത് അല്ലെങ്കിൽ ഗ്രഹണ നിസ്കാരമാണെന്നും, അത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠം പിതൃ നിസ്കാരമാണെന്നും, അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഫർദിന്റെ ശേഷവുമുള്ള റവാത്തിബ് സുന്നത്താണ്. അത് കഴിഞ്ഞിട്ടാണ് ദുആ, അത് കഴിഞ്ഞിട്ടാണ് തഹജ്ജുദ്, അത് കഴിഞ്ഞിട്ടാണ് തറാവീഹ്, അത് കഴിഞ്ഞിട്ടാണ് ഏത് സുന്നത്തുകൾ തഹിയ്യത്തും വുദൂഇന്റെതും ഏതെടുത്താലും അത്രയും ശ്രേഷ്ഠമാണ് ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾ. ആകെ 22 റക്അത്ത്. 22 റക്അത്ത് വളരെ സിമ്പിളാണ്. സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക. ആർക്കാ കഴിയാൻ? അതിൽ ആരോഗ്യം നമുക്ക് തോന്നത്തില്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലോഹറിന്റെ മുമ്പ് വന്നാൽ ജുമുഅക്ക് വന്നാൽ എല്ലാവരും 4 റക്അത്ത് ജുമുഅ നിസ്കരിക്കും. ജുമുഅ കഴിഞ്ഞാൽ 4 റക്അത്ത് നിസ്കരിക്കും. അത് വെള്ളിയാഴ്ച, ശനി ഞായർ നിങ്ങൾ ചൊവ്വ ബുധനും വ്യാഴവും ലോഹർ നിസ്കരിക്കാൻ പോയാൽ ലോഹറിന്റെ മുമ്പ് 4 നിസ്കരിക്കണം, ലോഹറിന്റെ ശേഷം 4 നിസ്കരിക്കണം. മൻ ഹനഫല അലാ അർബഅ ഖബല ദുഹരി വഅർബഅ ബഅദഹാ ഹറമഹു അല്ലാഹു അലാ. ഈ ലോഹറിന്റെ മുമ്പ് 4 ശേഷം 4 കൃത്യമായ നിസ്കരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ആ മനുഷ്യനെ നരകം തൊടൂല, നരകത്തിൽ കടക്കൂല. മനുഷ്യൻ ഹറമല്ലാഹു ജസദഹു അലന്നാർ, ആ ശരീരത്തിലെ അല്ലാഹു നരകത്തിന്റെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഹദീസ് ഞാൻ കേട്ടതാറുണ്ട്. ഇന്ന് കേട്ടത് മുതൽ ഞാൻ മരിക്കുന്നത് വരെ ലോഹറിന്റെ മുമ്പുള്ള 4 ശേഷം 4 ലോഹറും ആ 12 റക്അത്ത് ഉച്ചക്ക് വന്ന് നിസ്കരിച്ചാൽ ആ ചൂടിന്റെ പകരമായിട്ട് നരകത്തിലെ ചൂടിൽ നിന്ന് അല്ലാഹു അവനെ ഒഴിവാക്കി കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആവശ്യമുള്ളവർ, ഈമാനുള്ളവർ, ഇഖ്ലാസുള്ളവർ, തഖ്വയുള്ളവർ